ഒരു ജീവിത രീതി അനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന നിലയനുസരിച്ച് 90% മനുഷ്യരും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആണ്. 90% വേൾഡിൽ തന്നെ 90% മനുഷ്യർ ഇത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ്. ഒരു 7-8% മനുഷ്യരാണ് അല്ലാതെ മാറി ജീവിക്കുന്നവർ. ഒരു 1% പോലും ഇല്ല മതപരമായ കാര്യങ്ങളിൽ വിശ്വസിക്കാത്തവര്. അപ്പൊ അതുകൊണ്ടാണ് പറയണത്. അപ്പൊ അത്തരം ആൾക്കാർ ധാരാളമുള്ള ലോകമല്ലേ. അത്തരം ആൾക്കാർക്ക് അവരവരുടെ മെത്തോളജിക്കൽ പല രീതിയിൽ, ഇപ്പൊ ഇത് കഥ പറയണത് സൗത്ത് ഇന്ത്യൻ ലെവലിലാണെങ്കിൽ ഓരോ സ്ഥലത്തിനും ഓരോ സംസ്കാരവും ആ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട കഥകളും എവിടെയായാലും, അത് നമ്മുടെ ഭാരതത്തിലായാലും, മീൻസ് ഇന്ത്യയിൽ, പഴയ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഭാരതം എന്ന് പറയുന്ന സ്ഥലത്തായാലും, ഇനി യൂറോപ്പിലായാലും, ഇനി അമേരിക്കയുടെ സൈഡിലായാലും, ഇത് ഒന്നുമല്ല വെറുതെ കടലിനകത്തായാലും, ഇനിയിപ്പോ നമ്മൾ വേറെ ഗ്രഹത്തിൽ എവിടെയെങ്കിലും മനുഷ്യരെത്തണം, ഇങ്ങനെ എവിടെ പോയാലും നൊസ്റ്റാൾജിക്കലായിട്ട് ഇതിൽ വിശ്വസിക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കും ആണ് അധികവും. അവർക്കൊക്കെ തുറന്ന ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോവാം. ആ നിലയിലാണ് മെത്തോളജി ഒരു തരം സാങ്കല്പിക മെത്തോളജി എന്ന് ആണെങ്കിലും, ഒരു വിശ്വാസമായാലും സാങ്കല്പിക മെത്തോളജി ആയാലും എല്ലാം പഴയതിനെയും പുതിയ 2025 കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ പടം പോണത്. രണ്ടും തമ്മിലുള്ള ഒരു സമ്മിശ്രമാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ മിക്സ് ചെയ്തല്ലേ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കണേ. ഇപ്പൊ റൈസ് മാത്രം എടുത്ത് നിങ്ങൾ എടുത്താൽ എന്തായാലും അതിൽ മിക്സഡ് ഇല്ല. റൈസ് മാത്രമാണ്. റൈസ് നിങ്ങൾ എടുത്തൊരു ഒരു പാത്രത്തിൽ കുറച്ച് റൈസ് എടുത്തു, 200 കലോറി റൈസ് എടുത്തു. അപ്പുറത്ത് നിങ്ങൾ കുറച്ച് ചീര എടുത്തു, ഇപ്പുറത്ത് കുറച്ച് അവിയലെടുത്തു, ഇപ്പുറത്ത് കുറച്ച് തോരനെടുത്തു, ഇപ്പുറത്ത് കുറച്ച് ഫിഷ് എടുത്തു, ഇപ്പുറത്ത് കുറച്ച് സലാഡ് എടുത്തു, ഇപ്പുറത്ത് കുറച്ച് മീറ്റ് എടുത്തു. പിടികിട്ടിയോ? ഇപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നില്ലേ? ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു മിശ്രിതമാണ് ഈ സിനിമ. പകരം നിങ്ങൾ കുറച്ച് റൈസ് മാത്രം എടുത്തിട്ട് ആ റൈസ് മാത്രമാണ് നിങ്ങളുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ അതിനകത്തുള്ളൂ, കണ്ടന്റ് ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ഇത്രയും വിഭവങ്ങൾ ഒരുമിച്ച് വരികയാണ്. ഇത്രയും വിഭവങ്ങളെ ഒരുമിച്ച് എങ്ങനെ വന്നു? കാലങ്ങളായിട്ട് മനുഷ്യർ പലതിലും കൂടുതൽ റിസർച്ച് ചെയ്തും ഇഷ്ടപ്പെട്ടും ഉണ്ടാക്കാൻ ശ്രമിച്ച